ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനായിട്ട് വഴുതനങ്ങ എല്ലാം ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകളെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കൂടെ ഞാൻ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മുടെ സവാളയ്ക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഒരുപാടൊന്ന് കരിഞ്ഞു പോകാണ്ട് നമ്മുടെ സവാള ചെറിയ രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വഴുതനങ്ങയാണ് വഴറ്റി കൊടുക്കേണ്ടത്. നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇളക്കി വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം അടുത്തതായിട്ട് ഞാനിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയുടെ കളറൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് മാറി വരുന്നുണ്ട്. അതായത് അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ പാകമായി കഴിയുമ്പോഴത്തേനും നമുക്കിനി ഇതിലേക്ക് കുറച്ച് മസാല ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ വഴുതനങ്ങ എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് കിട്ടാനായിട്ട് 2 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത മസാലപ്പൊടികളുടെ പച്ചനിറം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളിലെ പച്ചനിറം എല്ലാം മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ഒഴിക്കുന്നത് തേങ്ങ അരച്ചൊഴിക്കുകയാണ് കേട്ടോ. വേറെ ഒരു സാധനങ്ങളും ചേർത്തിട്ടില്ല, പച്ച തേങ്ങ അരച്ചൊഴിക്കുകയാണേ. കൂടാതെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാടൊന്നും തിളച്ച് പോകാണ്ട് വേഗം തന്നെ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. എന്നാലും കറിക്ക് ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറുങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വഴുതനങ്ങ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ?
അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് കൊടുക്കണേ.